നിങ്ങൾ ഡ്രാഗൺ ഫ്രൂട്ടിന്റെ പൂ കണ്ടിട്ടുണ്ടാ? ഇതാണ് ഡ്രാഗൺ ഫ്രൂട്ടിന്റെ പൂവ്. കാണാൻ നല്ല ഭംഗിയാണ്. ഇത് രാത്രിയിലാണ് വിരിയണത് കേട്ടാ. അതുകൊണ്ട് തന്നെയാണ് മിക്ക ആളുകളും ഇത് പൂ കണ്ടിട്ടുണ്ടാവില്ല. പിന്നെ രാവിലെ ഒരു 8 മണി വരെയൊക്കെ ഇതിങ്ങനെ വിരിഞ്ഞ് തന്നെ ഇരിക്കും. 8 മണിക്ക് ശേഷമാണ് ഇതിങ്ങനെ കൂമ്പി പോണത്. കണ്ട നമ്മുടെ കാണാൻ എന്ത് ഭംഗിയാന്ന് നോക്കിയേ. നമുക്ക് ഒരു നല്ല പൂ തന്നെയാണ് ഇത്. ഇത് നമ്മിങ്ങനെ ഫ്ലവർ വിരിഞ്ഞിട്ട് കറക്റ്റ് നമുക്ക് 28ാം ദിവസം നമുക്ക് വിളവെടുക്കാട്ടോ. അങ്ങനത്തെ ഒരു ഫ്രൂട്ടാണ് ഡ്രാഗൺ ഫ്രൂട്ട്. അധികം നാള് വേണ്ട നമുക്ക് ഫ്രൂട്ട് വിളവെടുക്കാനായിട്ട്. അപ്പൊ കണ്ട ഇതേപോലെ ഈ തണ്ടിന്റെ ഒക്കെ അറ്റത്ത് ഇതേപോലെ കണ്ട 2ഉം 3ഉം ഫ്ലവറൊക്കെ ഉണ്ടായേക്കണ്ടില്ലേ. അപ്പൊ നല്ല രാത്രി നിങ്ങൾ വന്ന് നോക്കുകയാണെങ്കിൽ നല്ല ഇതിലും നല്ല ഭംഗിയാണ്. കണ്ട ഇതിന്റെ ഉള്ളിൽ നല്ല വൈറ്റ് കളറിൽ നിശാഗന്ധിയുടെ ഒക്കെ പൂ പോലത്തെ കണ്ട. അപ്പൊ പരാഗണമൊക്കെ നടത്തണതിന്റെ പൂമ്പൊടിയാണ് ഈ കാണുന്നത്. കണ്ട ഇതിന്റെ ഉള്ളില് നമ്മളെ പക്ഷെ ഡ്രാഗൺ ഫ്രൂട്ടിന് പരാഗണത്തിന്റെ ഒന്നും ആവശ്യമില്ല. അല്ലാണ്ട് തന്നെ എല്ലാം ഫ്ലവർ വിരിയണതൊക്കെ എല്ലാം തന്നെ കായായി കിട്ടാറുണ്ട്. ഇപ്പൊ 2 ദിവസം മുമ്പ് വിരിഞ്ഞ പൂവ കണ്ട. ഇത് ഇപ്പൊ കായായി വന്നണ്ട ഇങ്ങനെയാണ്. പിന്നെ ഇതിൽ കായ ഉണ്ടാവും കണ്ട. അപ്പൊ മിക്ക ആളുകളും പറയണ ഡ്രാഗൺ ഫ്രൂട്ട് ഉണ്ടായിട്ട് കായ പിടിക്കണില്ല, പൂവ് അതേപോലെ ഉണങ്ങി പോണെന്നാ പറയണത്. അപ്പൊ അത് ഞാൻ പറഞ്ഞല്ലോ, നമ്മ ഉണ്ടായ തണ്ട് വേണം നടാനായിട്ട്. ഇപ്പം ഈ തണ്ടുമ്മല് അടുത്ത വർഷം നമുക്ക് മുറിച്ച് നടയണമെങ്കിൽ പിന്നത്തെ വർഷം തന്നെ ഡ്രാഗൺ ഫ്രൂട്ട് ഉണ്ടായി കിട്ടും. അല്ലാണ്ട് നമ്മ കായ്ക്കാത്ത മരത്തിന്റെ തണ്ട് നട്ട് കഴിഞ്ഞു കഴിഞ്ഞാല് ഒട്ടും തന്നെ ഡ്രാഗൺ ഫ്രൂട്ട് ഉണ്ടാവൂല. പൂവ് ഉണ്ടായിട്ട് അത് കൊഴിഞ്ഞു പോവുകയേ ചെയ്യുള്ളൂ.